അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുഅ്മിനിക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്, ഈമാനികമായ ഒരു കാര്യമാണ് തവക്കുൽ എന്നുള്ളത്. അതായത് ഏത് വിഷയത്തിലും അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തോടുകൂടെ യഖീനോടുകൂടെ ഒരു മുഅ്മിൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മേൽ അവൻ ഭാരം ഏൽപ്പിക്കുകയാണെങ്കിൽ, തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, പിന്നെ അവനൊന്നും പേടിക്കേണ്ടതില്ല, പിന്നെ അവനൊന്നും ഭയക്കേണ്ടതില്ല, ഒന്നും വിഷമിക്കേണ്ടതില്ല, ഒന്നും നഷ്ടമാവുകയില്ല. എല്ലാ കാര്യവും റബ്ബ് ഏറ്റെടുക്കും. പക്ഷേ പലപ്പോഴും നാം തവക്കുൽ ചെയ്യുന്നു എന്ന് നാം പറയുന്നു, റബ്ബിനോട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഇങ്ങനെ വിശ്വസിക്കുന്നു. എന്നാലും നമുക്ക് ആ കാര്യം അത്ര റെഡിയായി കിട്ടുന്നില്ല, അത്ര വേണ്ടതുപോലെ റാഹത്തായി കിട്ടുന്നില്ല. നാം പിന്നീടും വിഷമത്തിലേക്ക് എത്തിപ്പോവുകയാണ്. എന്തുകൊണ്ട്? അതെ, ആ തവക്കിൽ കേവലം പറച്ചിലായിപ്പോയി, കൽബിൽ ആയില്ല. വേണ്ടതുപോലെ യഖീനോട് കൂടെയല്ല നമ്മുടെ തവക്കിൽ എന്നാണ് നാം അതിലൂടെ മനസ്സിലാക്കേണ്ടത്. മുത്തുനബി വരി ഹദീസിലൂടെ ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ലൗ അന്നകും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ യുർസഖു ത്വയ്റു തഅദു ഖിമാസൻ വതറൂഹു ബിതാനൻ. അതേ, നിങ്ങളിവിടെ പക്ഷികളെ കണ്ടിട്ടില്ലേ? അവർക്കാണ് യഥാർത്ഥത്തിൽ തവക്കുലുള്ളത്. കാരണം അവർ രാവിലെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും അവർ അള്ളാഹുവിനോട് ഭാരം ഏൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് തവക്കുൽ ചെയ്തുകൊണ്ട് അവർ ഭക്ഷണത്തിനെ തേടിക്കൊണ്ട് അവർ പോവുകയാണ്. ഇന്ന സ്ഥലത്ത് പോകണമെന്നോ ഇന്ന സ്ഥലത്ത് ഭക്ഷണമുണ്ടെന്നോ അതിനൊന്നും അറിയില്ല. പോയാൽ പറന്നാൽ റബ്ബ് എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഭക്ഷണം നൽകുമെന്നുള്ള ആ വലിയ തവക്കുലാണ് അതിനല്ലാഹു നൽകിയിട്ടുള്ളത്. അതിന് യാതൊരു വിഷമമില്ലല്ലോ. ഇന്ന് ഞാൻ എവിടെയാണ് പോകേണ്ടത്? ഇന്ന് എനിക്ക് ഭക്ഷണം കിട്ടുമോ? ഇന്ന് ഞാൻ വിശപ്പ് സഹിക്കേണ്ടി വരുമോ? എനിക്കിന്ന് ഭക്ഷണമില്ലാതെ ആയി പോകുമോ എന്ന് യാതൊരു പക്ഷിയും ഇവിടെ വിഷമിച്ചതായി ആർക്കും അറിയില്ല. അതാണ് തവക്കുൽ. അതാണ് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ പക്ഷികളെ പോലെ നിങ്ങൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ, നിഅമത്തുകൾ അള്ളാഹു ഇറക്കും, അള്ളാഹു നൽകും. നിങ്ങൾ കാണുന്നില്ലേ പക്ഷികൾ? ആ പക്ഷികൾ രാവിലെ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ റബ്ബിനോട് ഏൽപ്പിച്ചവർ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവരെ പള്ളയിൽ ഒന്നുമില്ല, അവരൊന്നും ഭക്ഷിക്കാത്തവരാണ്, അവരെ കൂട്ടിൽ ഒന്നുമില്ല. ഇങ്ങനെ അവർ പുറത്ത് ഇറങ്ങിയപ്പോൾ അള്ളാഹു എവിടെ നിന്നെല്ലാം എല്ലാ പക്ഷികൾക്കും അള്ളാഹു ഭക്ഷണം നൽകുകയാണ്. ആ താമസ സ്ഥലത്തിലേക്ക് അത് തിരിച്ചു വരുമ്പോൾ, അതേ വൈകുന്നേരം ആവുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ നല്ല പള്ള നിറഞ്ഞിട്ട് വേണ്ടത്ര എല്ലാ പക്ഷികൾക്കും അള്ളാഹു അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അത് വളരെ റാഹത്തോടു കൂടെ തിരിച്ചു വരികയാണ്. ഇതാണ് പക്ഷികൾക്കുള്ള തവക്കുൽ. ഈ തവക്കുലാണ് ഒരു മുഅ്മിന് വേണ്ടതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതെ, അത് ശരി തന്നെയാണ്. നമ്മൾ തവക്കുൽ ചെയ്യുന്നു എന്ന് പറയുന്നു, നമ്മൾ തവക്കുൽ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അത് കേവലം പറച്ചിലായി പോയി എന്നല്ലാതെ റബ്ബിനെ അനുസരിച്ച്, റബ്ബിനെ മനസ്സിൽ കരുതികൊണ്ട്, യഖീനോടുകൂടെ, നല്ല ഉറപ്പോടുകൂടെ, നല്ല ഈമാനോടുകൂടെ നാം എത്രമാത്രം തവക്കുൽ ചെയ്തിട്ടുണ്ട് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. യഥാർത്ഥത്തിൽ ഒരു തവക്കുലായാൽ ഈ പക്ഷികൾക്ക് അല്ലാഹു നൽകിയതുപോലെ ഏത് ഭാഗത്തിലൂടെ എങ്ങനെ എന്നും അറിയേണ്ടതില്ല. റബ്ബ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെല്ലാം വേണ്ടതുപോലെ അവൻ ശരിപ്പെടുത്തി തരും. അങ്ങനൊരു തവക്കുൽ മുഅ്മിനിക്ക് ബാധ്യമാണ്, മുഅ്മിനിക്ക് നിർബന്ധമാണെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ ഈമാൻ നിറച്ചു തരുമാറാവട്ടെ. നല്ല നിലക്ക് വേണ്ടതുപോലെ റബ്ബിനെ ഏൽപ്പിക്കാനും തവക്കുൽ ചെയ്യാനും അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.